രാവിലെ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റത് നിങ്ങളുടെ കഴിവ് കാരണം എഴുന്നേറ്റ് എത്ര ആൾക്കാർ ഇതിനകത്തുണ്ട്? നമ്മൾ വളരെ മിടുക്കനായതുകൊണ്ട്, അല്ലെ മിടുക്കിയായതുകൊണ്ട്, അല്ലെ നമുക്ക് എന്തോ കഴിവുണ്ടായതുകൊണ്ട് ഇന്ന് രാവിലെ നേരം വളർന്ന് നിങ്ങൾ ഉറക്കം എഴുന്ന എത്ര പേരിനകത്തുണ്ട്? ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലെ? ഇന്നലെ രാത്രി നമ്മളെ പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ ആൾക്കാർ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. എന്റെ സ്വന്തം കൊച്ചച്ഛൻ, അച്ഛൻ്റെ അനിയൻ ഒരു ദിവസം ഇതുപോലെ ഒരു 10 വർഷം മുമ്പാണ് ഇതുപോലെ വൈകിട്ട് അത്താഴം കഴിഞ്ഞു കിടന്നു. ഒരു പ്രശ്നം, ചെറിയ ഡയബറ്റീസ് ആയിരുന്നു, ഡയബറ്റിക് ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയ ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഒക്കെ. പക്ഷെ വെളുപ്പിനെ 4 മണിക്ക് മാസീവ് അറ്റാക്ക് ഉണ്ടായി. മാസീവ് അറ്റാക്ക് ഉണ്ടായത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ എത്തുന്നു മരിച്ചു. ഞാൻ പറയുന്നത് വെളുപ്പിനെ ഒരു 7 മണി 6:30 ആയപ്പോഴത്തേക്ക് ആള് പോയി. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, 6:00 അതിനും പോയി കാണും. ഞാൻ പറയാനുള്ള കാര്യം, നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് നമ്മൾ എന്ന് ജീവിതത്തിൽ ചിന്തിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ ഭയങ്കര ഇതാണ്, നമ്മളില്ലെങ്കിൽ ഭൂമി കറങ്ങിയാല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്, നമ്മളാണ് ഇതെല്ലാം. നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈഫിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം നിസ്സാരന്മാരാണ് എന്ന് നമുക്ക് എന്തുമാത്രം നമുക്ക് തോന്നുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ മഴയുടെ കാര്യം എടുക്കുക. മഴ, പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ, മഴ അങ്ങ് പെയ്യുവാണ് അല്ലെ. ഇന്നലെയൊക്കെ ഞങ്ങള് വളരെ അർജന്റായിട്ട് ഞങ്ങള് ഒരു സ്ഥലത്ത് പോയിട്ട് വരുവാണ്. കണ്ണ് കാണാൻ മേലാത്ത മഴയായിരുന്നു ചില സമയത്ത്. എന്നാൽ വണ്ടി വൈപ്പർ മാക്സിമം സ്പീഡിൽ ഇട്ടിട്ട് പോലും റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യമാണോ? നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മരങ്ങൾ കടപ്പുഴകി വീഴും. ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിന് വളരെയധികം ശക്തിയുള്ള ഒത്തിരി കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് അതുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാല് ബിലീവ് ഇൻ യുവർ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള, അതിനാൽ ചിന്തിക്കാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള നിങ്ങളുടെ സാധ്യതകളെ കുറിച്ച്, നിങ്ങളുടെ സാധ്യതകളെ കുറിച്ച് അതിൽ വിശ്വസിക്കുക. കാരണം പല ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും വിശ്വസിക്കും നമ്മളൊരു ഫെയിലിയർ ആണ്. ചില ആൾക്കാരെങ്കിലും ഞാനൊരു ഫെയിലിയർ ആണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ബിസിനസ്സിൽ വന്നിട്ട് തന്നെ കുറച്ച് ട്രൈ ചെയ്യും. ചിലപ്പോൾ 1 വർഷം 2 വർഷം ചിലപ്പോൾ അതിൽ കൂടുതൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ചില ആൾക്കാരെങ്കിലും പറയുമ്പോൾ നമ്മൾ അവിടെ കാലം കഴിഞ്ഞു, ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ട്, ബിസിനസ് മാത്രമല്ല പല മേഖലയിലും ഉണ്ട്. ജോലി ചെയ്ത് ഇപ്പൊ ഞാൻ നമ്മൾ പല സ്ഥലത്തും ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ ഇപ്പൊ വൈഫ് ലത വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയില് ഒരു ഇയാളുടെ കൊളീഗായിട്ടുള്ള ലേഡി ഉണ്ട്. അവരുടെ ഹസ്ബൻഡിനെ ഞാൻ ഒരു സ്ഥലത്ത് പരിചയപ്പെട്ടു കുറെ നാൾ മുമ്പ്. എന്റെ മോളുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നിരുന്നു. അന്ന് ഞാൻ പരിചയപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ എന്താ ചെയ്തോണ്ട് ഞാൻ കുറച്ച് ബിസിനസ് ചെയ്തു, ഒരു 4-5 നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും വൈഫിന് ജോലിയുണ്ട്, ഒരു കുട്ടിയേ ഉള്ളൂ, അതങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. അതായത് എത്ര വയസ്സായി കാണും, ഒരു 50 വയസ്സായി കാണും. എന്റെ കാലം കഴിഞ്ഞു. എന്റെ കാലം എനിക്കിനി ഒന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. വൈഫിന്റെ സാലറി ഞാൻ 56 വയസ്സിൽ കിട്ടും, അത് കഴിഞ്ഞ് പെൻഷൻ കിട്ടില്ല, അങ്ങനെ ജീവിക്കാന്ന് എനിക്ക് സഹതാപം തോന്നും. വേറെ ഒന്നുമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആയി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. 3-4 ബിസിനസ്സുകൾ നോക്കി അയാൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ നോക്കി, പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നമ്മൾ ചിലപ്പോൾ ചെറിയ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ട് വലിയ ബിസിനസ് ഒക്കെ ടീമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ടീം ഇല്ലാതെ പോകും. ചിലപ്പോൾ വന്ന ആൾക്കാർ വേറെ വഴിക്ക് പോകും. ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സല്ലേ, എപ്പം മാറും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം പല സാധനങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാവും. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും ഫെയിലിയർ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞത് എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല എന്ന് പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം, നോ വൺ ഈസ് എ ഫെയിലിയർ അൺലെസ് യു സ്റ്റോപ്പ് ട്രൈയിങ്. നിങ്ങൾ ട്രൈ ചെയ്യുന്ന നിർത്താത്തിടത്തോളം കാലം നിങ്ങൾ ഒരു ഫെയിലിയർ അല്ല. നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും വിജയിക്കും. പക്ഷെ ഞാൻ ചെയ്യാനേ ഒന്നും തയ്യാറല്ല, ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് എന്ന് പറഞ്ഞാൽ യു ബിക്കം എ ഫെയിലിയർ ഓട്ടോമാറ്റിക്കലി. എന്നാൽ ആരുടെയും കുഴപ്പമില്ല, നിങ്ങളെ മാത്രം കുഴപ്പമാണ്. സോ എവ്രി വൺ ഹാസ് ദ പവർ ടു വിൻ ആൻഡ് ലീവ് എ വെരി ഹാപ്പി ലൈഫ്. അതായത് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ വിജയിക്കാനും അതൊരു നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള പവർ ഉണ്ട്. പക്ഷെ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇതല്ല ഞാൻ ചെയ്യേണ്ടത് തീരുമാനിച്ചാൽ തീർന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അനന്തമായ സാധ്യതകളുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കഴിവുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ കുറെ സത്യങ്ങളാണ്. നമ്മളെല്ലാവരും ഇന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഒരു എന്താ പറഞ്ഞ ഹയർ പവർ ഉണ്ട്. നമ്മളെക്കാളും നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ഈ നിരാശരവാദികൾ പോലും വിശ്വസിക്കുന്ന ഒരു പവർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പവർ ഇല്ലാതെ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോ ഈ കസേര ഇരിക്കുകയാണ്, ഈ കസേര കറങ്ങുന്നുണ്ട്, അത് കറങ്ങുന്ന കസേരയാണ്. ഞാൻ കസേരയെ കറങ്ങാതെ തന്നെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്ന എന്റെ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്, ഞാൻ അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആലോചിക്കുക.
ഈ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നുണ്ട് അല്ലെ, ഭൂമി സ്വന്തം അച്ചുതണ്ടി കറങ്ങുന്നുണ്ട്, അതിന് സൂര്യന് ചുറ്റും വലം വെക്കുന്നുണ്ട്. ഭൂമിയും സൂര്യനും ചേരുന്ന നമ്മുടെ ഈ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുന്നത് ഈ സൗരയൂഥം, അത് മിൽക്കി വേയുടെ പാർട്ടായിട്ട് പല സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ വേറെ എങ്ങാണ്ടേക്ക് പോകുന്നുണ്ട്. ഇതങ്ങനെ അതിന്റെ സ്പീഡൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഞാനിരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾക്കകത്ത് നിരവധി ഇലക്ട്രോൺസ് ഉണ്ട്, അത് വളരെയധികം സ്പീഡിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നില്ല, നിങ്ങളുടെ മുന്നിൽ കൈ കെട്ടി വെറുതെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്റെ ഈ വെറുതെ ഞാനോ നിങ്ങളോ വെറുതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാതെ നടക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടല്ല ഭൂമി വലം വെക്കുന്നു, നമുക്ക് നിർത്താനും പറ്റില്ല, നമുക്ക് തുടങ്ങാനും പറ്റില്ല അല്ലെ. നമ്മുടെ ഉള്ളിലെ കോശങ്ങൾ ചലിക്കുന്നു, അല്ല നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമുണ്ട്, അതിനകത്തുള്ള സെൽസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും നമ്മുടെ കയ്യില് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്തോ ഒരു പവർ ഉണ്ട്, അതിനെ നമ്മൾ യൂണിവേഴ്സൽ പവർ എന്ന് പറയും, ദൈവം എന്ന് വിളിക്കാം. സോ അതിന് ഇമ്മൻസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന് ചില തീരുമാനങ്ങളും അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ചില സത്യങ്ങളുണ്ട്, അതിന് ചില ഗൈഡിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ യൂണിവേഴ്സ് ഹാസ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ. ഈ പ്രപഞ്ചത്തിന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഉദാഹരണത്തിന് പറയണമെങ്കിൽ നമ്മൾ ചോദിക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി, ഒരു സെല്ലിൽ നിന്നാണ് ഒരു കൊച്ചുണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്നൊരു വ്യക്തി ഒരു സെല്ലിൽ നിന്നുണ്ട്, ഒരു സെല്ലായിരുന്നു അല്ലെ. ആ സെല്ലിൽ നിന്നാണ് ഈ 6 അടി പൊക്കമുള്ള മനോജ് കുമാർ ഉണ്ടായത്. 216 അസ്ഥികളും എത്രയോ മസിൽസും എത്രയോ ഇതും 32 പല്ലുകളും കണ്ണും. നമുക്ക് ഇത്രയും ശക്തിയുള്ള ഒരു വ്യക്തിയുടെ ഒറ്റ കോശത്തിൽ നിന്ന് അല്ലെ. അതെങ്ങനെയുണ്ട്? നമ്മൾ ചെയ്തിട്ടാണ്. നമ്മൾ ഓരോ കോശത്തിന് നമ്മൾ ഓരോ കോശം ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെയ്തതാണ്. അല്ലത് തന്നെ ഡെവലപ്പ് ചെയ്യല്ലേ. നമ്മുടെ നഖം കട്ട് ചെയ്താൽ പിന്നെ വളരും, തന്നെ ഡെവലപ്പ് ചെയ്യല്ലേ. തലമുടി കട്ട് ചെയ്താൽ പിന്നെ വളരും, പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതല്ലേ. ഇതൊക്കെ നമ്മൾ പോലും നമുക്കൊന്നും ചെയ്യാനില്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. അതാണ് ശരിക്കും പറഞ്ഞ യൂണിവേഴ്സൽ പവർ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. സോ യു ക്യാൻ മേക്ക് ഓർ യു ക്യാൻ അച്ചീവ് എനിത്തിങ് വിത്ത് യൂണിവേഴ്സ്. അതായത് ഈ യൂണിവേഴ്സിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും, ആ ഒരു കാര്യത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള മനസ്സിലാക്കണം. ബട്ട് ദ ട്രൂത്ത് ഈസ് യു നീഡ് ടു അലൈൻ വിത്ത് യൂണിവേഴ്സൽ പവർ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പവറിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഫിസിക്സ് പഠിച്ചിട്ട് അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു പവർ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിനെ അലൈൻ ചെയ്യണം. നമ്മൾ ആ പവറിന്റെ റിസീവിംഗ് സോഴ്സിലേക്ക് അലൈൻ ചെയ്യണം അല്ലെ. നമുക്കറിയാം വീഡിയോയില് നമ്മുടെ വീട്ടിലൊക്കെ ഈ സാറ്റലൈറ്റ് ചാനൽസ് ഉണ്ടാവും. ഈ മറ്റേ ഈ ഡിഷ് വെക്കുന്നുണ്ട് സാറ്റലൈറ്റ് അല്ലെ. ഈ സാറ്റലൈറ്റ് ഡിഷ് വെക്കുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഓരോ സൺ ടി വി ആണെങ്കിലും അവർക്ക് ഓരോ സാറ്റലൈറ്റുമായിട്ട് അലൈൻ ചെയ്യണം അല്ലെ. ആ അലൈൻ ചെയ്യുന്ന ലെവലിലേക്ക് എന്റെ സാറ്റലൈറ്റിന്റെ ആ കുട ആ ഒരു ഡിഷ് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോഴാണ് അതിലേക്ക് ഇത് കിട്ടുന്നത്. അതുപോലെ യൂണിവേഴ്സലിന്റെ പവർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് അലൈൻ ചെയ്യണം. സോ പല ആൾക്കാർക്കും അൺഫോർച്ചുനേറ്റ്ലി ഇത് എന്താണെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ തന്നെ കഴിവുകൾ കാണാതെ പോകാൻ പ്രശ്നം. ഇത് പഠിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. നമ്മൾ പഠിച്ച സ്കൂളിലും കോളേജിലൊക്കെ 18 വർഷത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ 18 വർഷം ഇങ്ങനെ സാധനം ഞാൻ പഠിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈവൻ നമ്മുടെ മതങ്ങൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നത് വേറെ കുറെ കാര്യങ്ങളാണ്. നല്ലതും മോശമൊന്നും ഞാൻ പറയുന്നില്ല, വേറെ കുറെ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ശരിയായ വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ യൂണിവേഴ്സൽ പവറുമായിട്ട് എങ്ങനെ അലൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നേടാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പോലും ശരിയായ രീതിയിലാണോ നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് യൂണിവേഴ്സിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളോടും നമുക്ക് ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. സോ അതിനുവേണ്ടി കഴിഞ്ഞാല് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും വറീഡ് ആകാറുണ്ട്, നമ്മൾ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു ദിവസം ചിന്തിക്കുന്നുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പല ആൾക്കാരും എഴുന്നേൽക്കുന്ന പലതരം പ്രശ്നങ്ങള്, പരിമിതികള്, നമുക്ക് ഇന്ന് സോൾവ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്ന് പറയുന്നതിന് ഒരു സത്യമല്ല, ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റു, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഹാപ്പി തിങ് അല്ലെ. അത് പക്ഷെ പല ആൾക്കാരും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു എന്താ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ട്, കൂട്ടായ്മയുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുറ്റും നല്ല ഇതുണ്ട്, നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഇല്ലാത്ത ചിലപ്പോൾ ആരോഗ്യമായിരിക്കും ചില കാര്യങ്ങളിൽ, നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ജന്മന 2 കൈയും കാലുമില്ല ജനിച്ച എത്ര ആൾക്കാരെ നമുക്കറിയാം അല്ലെ. നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിന് നല്ലതല്ലേ. സോ ബി ഗ്രേറ്റ്ഫുൾ ടു ഫോർ വാട്ട് യു ഹാവ്, ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾ നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആകാം. ദെൻ നമ്മൾ അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയാലുള്ള ഗുണം എന്താ കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള പവറിലേക്ക്. ഈ യൂണിവേഴ്സൽ പവറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല്
നമുക്ക് നമ്മളുള്ള കാര്യങ്ങളിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ, നമ്മളുള്ള കാര്യങ്ങളിൽ നമുക്കുള്ള കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ നമ്മളിലേക്ക് വരുന്നുണ്ടാവും. ഇറ്റ്സ് എ പ്രൂവൺ ട്രൂത്ത്. അതൊരു പ്രൂവൺ ആയിട്ടുള്ള ട്രൂത്ത് ആണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കാം. സോ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെ, ബിക്കോസ് നത്തിങ് വിൽ ഹാപ്പൻ വിത്തൗട്ട് ഹിസ് നോളജ്. ഈ ദൈവത്തിന്റെ ഒരു അറിവില്ലാതെ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു എനർജിയുടെ അറിവില്ല ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് നമ്മളങ്ങ് വിശ്വസിക്കുക. അതിന്റെ പ്രൂഫ് ചോദിച്ചു വളർന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അങ്ങനെയാണ്, അത് സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കാം. സോ ആദ്യം ചെയ്യേണ്ട, സ്റ്റാർട്ട് ഈച്ച് ഡേ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നല്ലൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ടായിട്ട്, നല്ലൊരു സന്തോഷത്തരമുള്ള, വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള, അല്ലെ എനിക്ക് കിട്ടിയ സാധനങ്ങൾക്കൊക്കെ നന്ദി. രാവിലെ എഴുന്നേറ്റ് വെറുതെ ദൈവത്തിന് നന്ദി, ദൈവം നന്ദി, രാവിലെ എഴുന്നേക്കാൻ സാധിച്ചല്ലോ. എത്ര പേര് പറയുന്നുണ്ട്? നിങ്ങളുടെ കഴിവുകൊണ്ടാണ് എഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത് പറയാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയൊരു കാർ വാങ്ങിയാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയില്ല. 99% ആൾക്കാർ ദൈവം നന്ദി മേടിക്കാൻ പറ്റിയല്ലോ, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. രാവിലെ എഴുന്നേൽക്കുന്ന അച്ചീവ്മെന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മളത് പറയുന്നില്ല? എന്തുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല? എന്തുകൊണ്ട് ഈ ബിസിനസ് കിട്ടി, അല്ലെ എന്തെങ്കിലും വേറൊരു ജോലി ഉണ്ട്, വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കണ്ടന്റഡ് ആകുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല കാര്യങ്ങളിലേക്ക് എത്താനും കഴിയും. എത്രയോ ആൾക്കാർക്ക് കഴിവുകളുണ്ട്, ഉപയോഗിക്കാത്ത കഴിവുകളുണ്ട്, അല്ലെ? ഉപയോഗിക്കാത്ത കഴിവുകൾ പലപ്പോഴും എങ്ങനെ ഉണ്ടാവുക, എന്താ നമ്മൾ കൂടി വെക്കുക? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ തിരിച്ചറിയുന്നില്ല. ഇനി അഥവാ തിരിച്ചറിയാമെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചാണ് ആലോചിക്കുക. എനിക്ക് ടീമില്ല, എനിക്ക് ആളില്ല, എനിക്ക് അതില്ല, ഇതില്ല എന്ന് പറഞ്ഞിരിക്കും. ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ഈ കഴിവുണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അമിതാഭ് ബച്ചന്റെ സ്റ്റോറി ഞാൻ പല സ്റ്റേജിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം ശരിക്കും കഴിഞ്ഞാൽ ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പരിപാടി ഇട്ട സമയത്ത് പോലും അദ്ദേഹം മനസ്സിൽ കാര്യമായിട്ട് എനിക്ക് കഴിവുണ്ടല്ലോ, ഞാൻ പിന്നെ ഇതൊക്കെ പോയാൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ കഴിവിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സാധിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കാം. സോ സ്റ്റാർട്ട് ദ ഡേ വിത്ത് പോസിറ്റീവ്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റ് താങ്ക് ഗോഡ് ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ഐ ഹാവ്. എന്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ദൈവത്തിന് നന്ദി പറയാം. ചിലപ്പോൾ നമുക്കൊരു നല്ല വീടുണ്ടാകത്തില്ല, ചിലപ്പോൾ നമുക്ക് കടമായിരിക്കും മിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങളായിരിക്കും ഉണ്ടാകാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാം. എനിക്കുള്ള കാര്യങ്ങളെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറയാം. അപ്പൊ എന്തുണ്ടാകാം? നിങ്ങൾക്ക് ദൈവത്തിനെ ഒരു പ്രത്യേക ദൈവത്തിനെ വേണമെന്നില്ല, നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞാലും മതി. അപ്പൊ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളൂ. ആൻഡ് സേ ദിസ് ഈസ് എ വണ്ടർഫുൾ ഡേ, ഐ ആം ഫീലിംഗ് സോ എനർജറ്റിക്. രാവിലെ എഴുന്നേറ്റ് ദിസ് ഈസ് എ വണ്ടർഫുൾ ഡേ, ഐ ആം ഫീലിംഗ് സോ എനർജറ്റിക്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദിവസമാണ്. ഇന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ്, എനർജറ്റിക് ആണെന്ന് പറഞ്ഞു പോകും. ചിലപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്. ആ സമയത്ത് നല്ല മഴയായിരുന്നു, ഭയങ്കര ഭീകര മഴയായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും നമുക്കറിയാം, ആ സമയത്ത് മൂടിപ്പിടിച്ച് കിടക്കാൻ ഉറങ്ങാനാ തോന്നുന്നത്. നമ്മൾ എഴുന്നേറ്റ് വളരെ മനോഹരമായ ദിവസം, വണ്ടർഫുൾ ആയിട്ടുള്ള ദിവസമാണ്. ഐ ഫീൽ സോ എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്ന അറിയാം? നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാൻ തുടങ്ങും. നമ്മുടെ ബോഡിയിലെ ഓരോ സെൽസും നമ്മുടെ ചിന്തകൾ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന കമാൻഡ്സ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്നത് വണ്ടർഫുൾ ഡേ ആണെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. നമ്മുടെ ചിന്തകൾ അനുസരിച്ച് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. എനർജറ്റിക് ആയിട്ടെന്ന് പറയുമ്പോൾ ബോഡി തന്നെ അതാണ് എനർജറ്റിക് ആണ്. ഒന്നും എനർജറ്റിക് ആയേക്കാം. രാവിലെ എഴുന്നേറ്റോ ഇന്നത്തെ പോലെ നശിച്ച ദിവസം എന്ന് പറഞ്ഞാണല്ലോ, ബോഡി അതനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ ബോഡി ഈ നശിച്ച ദിവസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് വർക്ക് ചെയ്യും. അതേസമയത്ത് നിങ്ങൾ ഇതൊരു നല്ല ദിവസമാണ്, ഇന്ന് ഭയങ്കര എനർജി ഉള്ള ദിവസമാണ്, സക്സസ് ഉള്ള ദിവസമാണ്, ബോഡി അതിനുവേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ മൈൻഡ് അതിനുവേണ്ടി പ്രവർത്തിക്കും, നിങ്ങളുടെ ലക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കും, എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ള മനസ്സിലാക്കാം. സോ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രാക്ടീസ് ചെയ്താണ്. താങ്ക് ഗോഡ് ബിഫോർ യു റിസീവ് വാട്ട് യു റിയലി ഡ്രീം ഫോർ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് അച്ചീവ് ചെയ്തു എന്ന് ഓർത്തിട്ട് അതിനുവേണ്ടി നന്ദി പറയാം. നിങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. നിങ്ങൾക്ക് ഇന്നറിയാം നിങ്ങൾ കടത്തിന്റെ നടുക്കും പ്രാരാബ്ദങ്ങളുടെ നടുക്കുവാണെന്ന് വെക്കുക. അല്ലെ നിങ്ങൾക്ക് വേണ്ട നല്ല ആരോഗ്യമാണ്, നിങ്ങളുടെ അസുഖങ്ങളുടെ നടുക്കാൻ നിൽക്കുന്നത് വെക്കുക. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻ ആണെന്ന് വെക്കുക. നിങ്ങൾ ദൈവത്തിന് താങ്ക് ഗോഡ് ഐ ആം സോ ഹെൽത്തി. എനിക്ക് ഭയങ്കര ഹെൽത്തിയാണ്, എനിക്ക് ഭയങ്കര നല്ല ആരോഗ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മുട്ടുവേദന ആണെങ്കിൽ നിങ്ങൾ രാവിലെ 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ഓടുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റും. ദൈവത്തിന് അസാധ്യമായ ഒന്നും ഇല്ല എന്ന് പറയുന്നത് സത്യമാണെന്ന്. കാരണം നമ്മുടെ മൈൻഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോവേദന ക്യാപ്സൂൾ കഴിക്കാതിരിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാം സപ്പോർട്ടീവ് ആണ്. നിങ്ങൾ എന്ത് മരുന്ന് കഴിക്കുന്നെങ്കിലും, എന്ത് ന്യൂട്രീഷൻ കഴിക്കുന്നെങ്കിലും, എന്ത് കാര്യം ചെയ്യുന്നതിനും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ പണ്ട് ഡോക്ടർ CP മാത്യു എന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം നമ്മളിവിടെ തുടക്കകാലത്ത് സക്സസ്ഫുള്ളി ഗ്ലോബൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ നടത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പാലായിൽ പോയി പ്രസന്റേഷൻ നടത്തിയിട്ട് ഞങ്ങളിവിടെ വന്ന്, ഞാൻ ഇരിക്കുന്ന റൂമിൽ അദ്ദേഹം വന്ന് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാൻ ഏകദേശം 2.5 മണിക്കൂറോളം സംസാരിച്ചു. എന്റെ മദർ ലോ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്.
സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ, ഞാൻ ഈ ക്യാൻസർ, അദ്ദേഹം ഓൺകോളജിസ്റ്റ് ആണ്, ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് സമയത്ത് അദ്ദേഹം ആയുർവേദവും സിദ്ധവൈദ്യവും ഒക്കെ ആയിരുന്നു കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്യാൻസറിന്റെ പേഷ്യൻസിന് പലപ്പോഴും ഡോക്ടർമാർ തന്നെ പറഞ്ഞങ്ങ് വലിയ ഭീകര സിറ്റുവേഷൻ ആകും. അവർ പറയും ആദ്യം തന്നെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ഒരു രോഗിയോട് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ രോഗിക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവും. ആ സമയത്ത് പറയേണ്ട കാര്യം അദ്ദേഹം പറയേണ്ട കാര്യം, അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ചെയ്യുന്ന സംഭവം പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പറയേണ്ട നിങ്ങൾക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് മുട്ടയോ വല്ല എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചരട് ജപിച്ച് കെട്ടണം, ഇങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതിച്ച് കെട്ടണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മെന്റലി, ഞാൻ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യല്ല, അന്ധവിശ്വാസം ഒരിക്കലും ശരിയല്ല, കൂടോത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ടെമ്പററി ആയിട്ട് ആ വ്യക്തിക്ക് ആ എന്തോ ഒരു സാധനം വേറെ ഉണ്ട്, അതായത് എന്റെ രോഗത്തിന് പുറമേന്ന് കാരണമായിട്ട് എന്തോ സാധനം ഉണ്ട്, അതെനിക്ക് മാറ്റാൻ പറ്റുന്ന ചെറിയ ചിന്തകൾ വന്നാൽ പോലും ശരിയാക്കാൻ പറ്റും. അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കി നിർത്തി കഴിഞ്ഞാൽ ആലോചിച്ചു, കോൺഫിഡൻസിന്റെ കാര്യം ആലോചിച്ചിട്ടുക. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുക, ഇന്നസെന്റിന്റെ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ക്യാൻസർ ഡേയ്സിനെ കുറിച്ച് ബുക്ക് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ കാണാൻ വരുന്ന എല്ലാ ആൾക്കാരും എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ നിന്ന് പല ആൾക്കാർ കൈപിടിച്ച് പ്രാർത്ഥനയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത്. ഒരാൾക്കൊരു അസുഖം വന്നാലോ പ്രശ്നം വന്നാലോ അതിനെ എങ്ങനെ അഗ്രവേറ്റ് ചെയ്യാന്നാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കാണേലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു പ്രശ്നം വന്നാൽ പ്രശ്നത്തിനകത്തിരുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന് പുറത്തു വരണം. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് വേണ്ടത് അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആരോഗ്യം ഇല്ലെങ്കിൽ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുക. സമ്പത്തില്ല, സമ്പത്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ യൂറോപ്പിലോ സ്വിറ്റ്സർലൻഡിലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മനിലോ അല്ലെങ്കിൽ യൂറോപ്പിന്റെ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ പോയി നിൽക്കുന്നോ, അല്ലെങ്കിൽ US പോകുന്നോ, സിംഗപ്പൂരോ മലേഷ്യയിലോ ഒക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കുക. താങ്ക് ഗോഡ് ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റും, കുറിച്ച് കലിപ്പയുടെ മണ്ടേ കയറി താഴോട്ട് നോക്കുന്നത് ചിന്തിക്കുക. അപ്പൊ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ മൈൻഡ് വിൽ അക്സെപ്റ്റ് സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നല്ലത് നടക്കാൻ പോകുന്ന വെച്ചാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ റിമെമ്പർ ദാറ്റ് യുവർ തോട്ട്സ് ആർ ദ പ്രൈമറി കോസ് ഓഫ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ചിന്തകളാണ് ആദ്യത്തെ കാരണം. മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചിന്തിച്ചു കൂട്ടിയ ചില കാര്യങ്ങളാണ് നിങ്ങളെ ഇന്നത്തെ സിറ്റുവേഷനിൽ എത്തിച്ചത്, നല്ലതും മോശവും. അത് നിങ്ങൾ ചിലപ്പോ ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ ആൻസർ കാണത്തില്ലായിരിക്കും. ഞാൻ ചിന്തിച്ചത് ശരിയല്ല എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കും, കാരണം നിങ്ങൾ ദാരിദ്ര്യത്തിലാണല്ലോ. അപ്പൊ ചിന്തിക്കുന്ന ദാരിദ്ര്യമാണ്. അപ്പൊ ശരിയല്ല എന്ന് ചിന്തിച്ചാൽ ദാരിദ്ര്യം ശരിയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ദാരിദ്ര്യത്തെ നീക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാല് റിച്ച്നെസിനെ കുറിച്ചാണ്, അതായത് അബണ്ടൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യും, അതിന് പറ്റിയ കാര്യങ്ങൾ നമ്മുടെ റഡാറെല്ലാം ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് പറ്റിയ ആൾക്കാരുമായിട്ടും അതിന് പറ്റിയ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടും. എന്തുകൊണ്ടാ, അതിന് പറ്റിയ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടും, അതിന് പറ്റിയ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. അത് പ്രപഞ്ച സത്യമാണ്. നമ്മൾ അതിന് പുറകെ കൂടുതലൊന്നും റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തില് നമ്മളെല്ലാം വളരെ കേമന്മാരാണെന്ന് വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഒരുമാതിരി തെറ്റാണ്. കാരണം നൺ ഓഫ് us ആർ ഇൻഡിപെൻഡന്റ്. നമ്മൾ ആരും, ഞാൻ പല ആൾക്കാരും പറയാറുണ്ട്, ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ, സെൽഫ് മെയ്ഡ് വുമൺ. അങ്ങനെ സാധനം ഇല്ല. കാരണം സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാള്, നിങ്ങളൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ 6 മാസത്തേക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, 1 വർഷത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ സെൽഫ് മെയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതിന് പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഞാൻ എന്റെ വിജയത്തിന് ഞാൻ തന്നെയാണ് പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഐ എം നോട്ട് എ സെൽഫ് മെയ്ഡ് പേഴ്സൺ. കാരണം എന്താണ്, നമ്മൾ ആരും ഇൻഡിപെൻഡന്റ് അല്ല, വി ആർ ഇന്റർഡിപെൻഡന്റ്. എനിക്ക് നിങ്ങൾക്ക് ഞാനും വേണം. നമ്മളെല്ലാവരും, ഈ പ്രകൃതിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ യൂണിവേഴ്സിനൊരു റിതമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു റിതമുണ്ട്, അതിനൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ചിട്ട് പോയാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. ആ താളം മനസ്സിലാക്കണം. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ആ താളത്തിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർ അവനവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം, അവനവന്റെ ഗുണം, എനിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യം ചെയ്യല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പേരുണ്ട്. അവരെന്ന് ശരിക്കും പറഞ്ഞാൽ പലതരത്തിലും പല പ്രശ്നങ്ങൾക്ക് അത് ചെന്ന് ചാടുകയും ചെയ്യും. ഒരിക്കലും ശാന്തി സമാധാനം ഉണ്ടാവില്ല. അതേസമയത്ത് മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി എന്തിനും മുമ്പും ഇപ്പം നോക്കാൻ ചാടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പൂർണ്ണമായും ശരിയല്ല അത്, എങ്കിൽ കൂടെ അവരെപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ, നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, എവറിത്തിങ് ഈസ് കണക്റ്റഡ് ഇൻ ദിസ് യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് ചെടികള് ഓക്സിജൻ ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, അല്ലെ? അതുപോലെ തന്നെ മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, മഴ കൂടുതൽ പെയ്താലോ വെയിൽ വന്നില്ലേ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എവറിത്തിങ് സീസൺ, ചെടികള്, ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം. ഒരു ചിത്രശലഭത്തിന്റെ എന്താ പറയുന്ന, ഈ എന്റെ ചിറകുകളുടെ അടിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വരെ ഉണ്ടാകാമെന്നുള്ള തിയറിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ? പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട. കുറെ തേനീച്ചകൾ നിന്ന് പോയാൽ ഈ പ്രപഞ്ചം ഇല്ലാതാകും. ഇങ്ങനെയൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്.
സോ ഡോണ്ട് ബി ഓവർ കോൺഫിഡന്റ്, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതായത് ഈ ബിസിനസ് വന്നു നോക്കാം, നിങ്ങൾ ഈ ബിസിനസ് വന്ന് ഇപ്പൊ ആക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാലും, ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും തീരുമാനം എടുത്താൽ നിങ്ങൾ എങ്ങോട്ട് തരും. അങ്ങനെ ഒത്തിരി ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, ഞാൻ പോയി ചെയ്യും ആരും വേണ്ട എന്ന് പറയുന്നത്. അതിനൊക്കെ അങ്ങനെ സ്ഥാനം എനിക്കോ നിങ്ങൾക്കോ മുബീൻ സാറിന് ഒന്നും പറ്റില്ല. കാരണം എന്താണ്, നമ്മളെല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. സോ ആദ്യം നമ്മൾ വേണ്ടത് അലൈൻ യുവർ സെൽഫ് വിത്ത് ദ യൂണിവേഴ്സൽ എനർജി. ഈ യൂണിവേഴ്സൽ എനർജി നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ലെവലിലേക്ക് അലൈൻ ചെയ്യുക. അതിന് വേണ്ട സാധനം ഗ്രാറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ practicing gratitude make your day happy, positive, focused and productive. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ, അതായത് താങ്ക് ഗോഡ് ഐ ഹാവ് എവറിത്തിങ്, താങ്ക് ഗോഡ് ഐ ആം ഹാപ്പി, താങ്ക് ഗോഡ് ഐ ആം ഗോയിങ് ടു മേക്ക് സംതിങ് ഗ്രേറ്റ് ടുഡേ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ദിവസവും സന്തോഷത്തിലാവും, പോസിറ്റീവ് ആവും, ഫോക്കസ്ഡ് ആവും, പ്രൊഡക്റ്റീവ് ആവും. യുവർ കോഴ്സ് ഓഫ് ദ ഡേ സ്റ്റാർട്ട് ചേഞ്ചിങ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, പല ആൾക്കാർക്കും അങ്ങനെ ഒരു ദിവസം തുടങ്ങാനുള്ള ശക്തി, അങ്ങനെ ഒരു സാധനം ഗൈഡൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രശ്നത്തിന് നടക്കുകയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റെങ്കിലും വിഷ്വലൈസ് ചെയ്യുക. താങ്ക് ഗോഡ് ഐ ആം സോ ഹാപ്പി ടുഡേ, ഐ ആം ഹാപ്പി ടുഡേ എന്നൊരു ഇംഗ്ലീഷ് സോങ്, ഐ ആം ഹാപ്പി ടുഡേ എന്നൊരു സോങ് ഇല്ല, അതൊക്കെ പാടുക. അല്ലെങ്കിൽ പറയാം ഐ ആം വെരി എക്സൈറ്റഡ്, ഐ ആം ഗോയിങ് ടു മേക്ക് ദ ബെസ്റ്റ് ഡേ ടുഡേ, ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ് എനിക്ക് ഉണ്ടാകാൻ പോകണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഉണ്ടാവുക എന്നറിയാം, നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ മാറുന്നുണ്ടാവും. സോ യു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആൻ അമേസിംഗ് വേ. നിങ്ങൾ അതായത് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വേയിലേക്ക്, ഒരു വഴിയിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്തോ വലിയ സംഭവത്തിന് പുറകെ പോവാണ്. കാരണം ഞാൻ എന്ത് മനസ്സിൽ കാണുന്നുണ്ട്, അടുത്ത 3-4 വർഷം കൊണ്ട് ഞാൻ എത്തുന്ന എവിടെയാന്ന് എനിക്ക് നല്ലതാ ബോധ്യമുണ്ട്. അത് ഓരോ ദിവസം ഓരോ മിനിറ്റ് ചിന്തിക്കുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോവാണ്. എന്റെ അടുത്ത് ഇപ്പൊ അതൊന്നുമില്ല, ക്രിയേറ്റ് ചെയ്യണം, പക്ഷെ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ അതാണ് ഇനി എന്റെ ഫോക്കസ്, അതിലേക്ക് നമ്മൾ എത്താൻ പോകണം. അപ്പൊ എന്തുണ്ടാവുമെന്ന് വെച്ചാല് നമ്മൾക്ക് കാര്യങ്ങൾ തെളിഞ്ഞു വരും. ചിലപ്പോൾ അറിയാതെ തന്നെ നമുക്ക് ചില ഫോൺ കോളുകൾ വരും, അറിയാതെ തന്നെ ചില ആൾക്കാരെ നമ്മൾ കിട്ടും, അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നുണ്ടോ. ചില ആൾക്കാരുമായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പോലും നമ്മൾ കണക്ട് ചെയ്യും. കാരണം നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അതിനെ പറ്റിയ ആൾക്കാരിലേക്ക് ഈ പ്രപഞ്ചം നമ്മളെ കണക്ട് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഓപ്പൺ ഡോർ ടു അബൻഡൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നിനും ക്ഷാമമില്ല. നമ്മുടെ വീട്ടില് ഒരു ശകലം വെള്ളം പിടിക്കണമെങ്കിൽ നമ്മളൊരു കുപ്പി വേണം, ഗ്ലാസ് വേണം, മഗ് വേണം, എന്തെല്ലാം സാധനം വേണം. നമ്മുടെ തലയുടെ മുകളിൽ എത്ര കിലോ ലിറ്റർ വെള്ളമാണ്, എത്ര ലക്ഷം കിലോ, എത്ര കോടി ലിറ്റർ വെള്ളമാണ് ഒരു പാത്രം ഇല്ലാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മേഘത്തിന്റെ മുകളിൽ പോകുമ്പോൾ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പറന്നു കിടക്കുകയാണ്. അതിനകത്ത് മഴമേഘങ്ങൾ ചില സമയത്ത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, എപ്പോഴും ഇല്ലെങ്കിൽ കൊണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ഇതിനകത്ത് കൂടെ വെള്ളമാണ്, കണ്ടറിയാം, ഈർപ്പത്തിന്റെ സാധനം അറിയാം. അതിനകത്തൂടെ ഒക്കെ പിയേഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല എന്തുമാത്രം വെള്ളമാണ് ഈ പ്രപഞ്ചം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കൊരു ഗ്ലാസ് വെള്ളം പിടിക്കണമെങ്കിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ഇവിടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളാണ് ഏറ്റവും വലിയ സംഭവം. മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഈ പ്രപഞ്ചത്തിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടോ. പ്രപഞ്ചത്തിൽ ഒന്നിനും ക്ഷാമമില്ല എന്നുള്ള മനസ്സിലാക്കുക. സമ്പത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ഷാമം ഉണ്ടാവേണ്ട ആവശ്യമില്ല, സന്തോഷത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ഷാമം ഉണ്ടാവേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് ഒരു ക്ഷാമം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ബട്ട് യു നീഡ് ടു അലൈൻ വിത്ത് ദ യൂണിവേഴ്സൽ എനർജി. അതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാം? ഒന്ന്, നിങ്ങൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആയി തീർന്നത്. പല ആൾക്കാരെ പ്രശ്നമുണ്ട്, നമ്മൾ വന്നങ്ങ് മറക്കും, പെട്ടെന്ന് അങ്ങ് മറക്കും. നമ്മൾ തന്നെ ഈ ബിസിനസ്സിനകത്ത് കാണാൻ പറ്റും ചില ആൾക്കാർ, അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വിശ്വസിക്കുകയാണ്. പക്ഷെ നമ്മൾ ആരും, ഞാൻ ഈ ബിസിനസ്സിനകത്ത് എന്നെ ആദ്യമായിട്ട് പ്ലാൻ കാണിച്ച ദിവസം മുതൽ ഈ ബിസിനസ് ഞാൻ തുടങ്ങി, എന്റെ കൂടെ വന്ന ഇന്ന് ബിസിനസ് ചെയ്യുന്നു അല്ലാത്ത ഓരോ ആൾക്കാരെയും ഞാൻ കൃത്യമായിട്ട് സ്മരിക്കാറുണ്ട്. കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഒത്തിരി പേര് ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മളെ ഇല്ലാതെ പോയിട്ടുണ്ട്, പക്ഷെ അവര് നമ്മളെ തുടക്കത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയൊക്കെ കഴിഞ്ഞ ദിവസം വഴി വെച്ചു, നമ്മളോട് നേരത്തെ ഉണ്ടായിരുന്നു, കോട്ടയത്തുള്ള. ഞാൻ കുറെ നാൾ മുമ്പ് ഒരു 1.5 മാസമായിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ അവിടെ വെച്ച് കണ്ടു. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ച് കുറെ നേരം സംസാരിച്ചതിന് അവന് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. മനോജ് സാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്, നന്ദിയുണ്ട്. കാരണം നമ്മൾ ഒന്നും അല്ലാതിരുന്ന സമയത്തും ഞങ്ങളോട് നിങ്ങൾ വന്ന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ ആകെ 1.5 മാസം ഈ ചങ്ങാതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1.5 മാസം ഇങ്ങനെ കുറെ ആൾക്കാർ വന്നുകൊണ്ടാണ് നമ്മളങ്ങ് ഇറങ്ങിയത്. അങ്ങനെ ആൾക്കാർ വന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ അവർക്ക് നന്ദി കൊടുക്കണ്ടാവുള്ളൂ, നന്ദി പറയണ്ടേ. അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടായിട്ട് അവരുടെ ഡ്യൂട്ടി തീർന്നു, നമ്മളെ ഇതിലേക്ക് വന്നു, അവരുടെ ഡ്യൂട്ടി തീർന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഡിസപ്പിയർ ആയി പോകും. പക്ഷെ ആ നിയോഗത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ
ഒരു വ്യക്തിക്കും ഒരു സ്ഥലത്തും എങ്ങും എത്താൻ പറ്റില്ല. കാരണം പല ആൾക്കാരും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആൾക്കാരെ കുറ്റപ്പെടുത്തും, അച്ഛനെ അമ്മയെ നാട്ടുകാരെ ഈ ബിസിനസ്സിലാണ് അപ്ലൈനാണ് ഓൺലൈനൊക്കെ കുറ്റപ്പെടുത്തും. കാരണം എന്താണ്, നമ്മൾ മാത്രമാണ് പ്രധാനം, ബാക്കിയൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊന്നും എങ്ങും എത്തുകയില്ല. ഒരു സാധനം കുറച്ച് ടെമ്പററി ആയിട്ട് പലതും നേടാൻ പറ്റും, ലോങ് ടൈമിൽ ബിഗ് ഫെയിലിയർ. അതെനിക്ക് ഇഷ്ടം പോലെ മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ഇസ് താങ്ക് ഗോഡ് വെൻ യു ഹാവ് ഗുഡ് റിസൾട്ട്. നല്ല റിസൾട്ട് ഉണ്ടപ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിനെ മറന്ന് ഒരു സാധനം നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ മറന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെ? താങ്ക് ഗോഡ് വെൻ ദ റിസൾട്ട് ഈസ് ബാഡ്. കാരണം ചില സമയത്ത് റിസൾട്ട് ബാഡ് ആയിരിക്കും, ചില സമയത്ത് റിസൾട്ട് ഉണ്ടാവില്ല, നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. അതിനും കാരണമാണ്. കാരണം ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാ ബിൽഡ് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാ ബിൽഡ് ചെയ്യപ്പെടുന്നത്, അയാളുടെ നല്ല ദിവസങ്ങളും ചീത്ത ദിവസങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ആ വ്യക്തിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ഡേ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ക്യാരക്ടർ ബിൽഡിംഗ് ഡേ ഉണ്ടാവും. ക്യാരക്ടർ ബിൽഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും, ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് വിജയമായിട്ടോ പരാജയമായിട്ടോ വരുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാം. ഒരു വലിയ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ, 10,000 ഒരു ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ, വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് സോളിഡ് ക്യാരക്ടർ. അപ്പൊ ചില ജീവിതത്തിൽ നമ്മളെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ വരുന്ന ചില ആൾക്കാർ, ഇവര് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത്, അപ്പൊ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വരുന്നവരാണ്. ചില സന്ദർഭങ്ങൾ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വരുന്നതാണ്. ഇപ്പൊ ഞാനായത് ഇങ്ങനെ ഈ ബിസിനസ്സിലാണ് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടു, കണ്ടു. ഞാൻ ഭയങ്കര ലൂസ് ടെമ്പേർഡായിരുന്നു. ഈ സാധനമൊക്കെ മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ വന്നു, അവര് നമ്മളെ സഹായിച്ചു, അവര് നമ്മളെ നല്ല മനുഷ്യനായി, കുറച്ചുകൂടെ നല്ല മനുഷ്യനായി. നമ്മളിങ്ങനെ ആൾക്കാരും സിറ്റുവേഷനും മോശം സിറ്റുവേഷനും ഒക്കെ വന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, മോശം സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പരിതപിക്കേണ്ട, ദൈവത്തിന് നന്ദി പറയാം. ഇതിനൊരു കാരണമുണ്ട്, ആ കാരണം നിങ്ങൾ പിന്നെ മനസ്സിലാവുള്ളൂ. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം നടന്ന പല കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നല്ല കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ, മാസം 5 ലക്ഷം രൂപ ആയിരുന്നു എന്റെ CTC, കോസ്റ്റ് കമ്പനി. അതായത് സാലറിയും കാറും വീടും എല്ലാം ഒരു മാസം 5 ലക്ഷം രൂപ എനിക്കുണ്ടായിരുന്നു. ഈ 5 ലക്ഷം രൂപയുള്ള ജോലി ഞാൻ നിസ്സാരമായിട്ട് വിട്ടിട്ട് പോകും. ചെറിയ പ്രശ്നങ്ങളായിരുന്നു, വലുതായി പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി, നാട്ടിൽ വരണം തോന്നി പോന്നു. ആ സമയത്ത് കുറെ ദിവസം കഴിയുമ്പോൾ ഞാനും ആലോചിച്ച കാരണം എന്താ, നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നു തോന്നി. പക്ഷെ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഇടയ്ക്ക് കുറെ സന്ദർഭങ്ങളുണ്ട്, എനിക്കവിടെ തുടരണ്ടെന്ന് തോന്നിയ കുറെ സന്ദർഭങ്ങളുണ്ടായി. അത് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ബോസ് ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്ത് നിന്ന് തന്നെ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് അത്രയും മൈൻഡ് സെറ്റ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, ഭയങ്കര പ്രശ്നങ്ങളായി. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ തീരുമാനം കൊണ്ടല്ല ഇന്ന് സക്സസ് സ്റ്റോറി ഉണ്ടാകാൻ എനിക്ക് സാധിച്ചത്, അല്ലെ സക്സസ് സ്റ്റോറി ഇതുപോലെ ടീം ഉണ്ടാകാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നല്ല സമയവും മോശ സമയവും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ഒന്നും ആകണ്ട. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കാം, മോശമായിരിക്കാം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ലതായിരിക്കും, മോശമായിരിക്കാം. നാളെ വലിയ ചില ആൾക്കാരുണ്ടാകും, അപ്ലൈനായിട്ടും ഡൗൺലൈനായിട്ടും ക്രോസ്ലൈനായിട്ടും മക്കളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ വരും. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മുതൽക്കൂട്ടായിട്ട് വരും എന്നുള്ള മനസ്സിലാക്കാം. ഓൾവേസ് ബി കെയറിങ്, ലവിങ് ആൻഡ് സപ്പോർട്ടിങ്. എപ്പോഴും മറ്റൊരാളെ കുറിച്ച് കെയറിങ് ആയിരിക്കാം. നമുക്ക് മാത്രമായിട്ട് ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാത്രമായിട്ടുള്ളതല്ലേ ഭൂമി, അല്ലെ? അപ്പൊ നമ്മൾക്ക് ഈ വരാനുള്ള ജനറേഷനകത്ത് നമ്മളൊരു മരം വെട്ട് വെച്ചാൽ നമ്മൾ വെക്കുന്ന മരം നമ്മൾക്കായിരിക്കും കൂടുതൽ മരം കിട്ടുക, അടുത്ത ജനറേഷൻ ആയിരിക്കും. ഇപ്പൊ എന്റെ വീടിന്റെ മുറ്റത്തിൽ 3 മാവുണ്ട്, എത്രയോ മാങ്ങ ഓരോ വർഷം ഉണ്ടാകുന്നുണ്ട്. ഞാൻ വെച്ചതല്ല, ആ വെച്ച ചങ്ങാതി ഇതിന്റെ ബാക്കിൽ സൈഡിലാണ് അവരുടെ സ്ഥലം വരുന്നത്, പക്ഷെ ഞാനാണ് ഇത് മാങ്ങ പറിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഭാവിയിൽ നമുക്ക് പല കാര്യങ്ങളും, നമുക്കുള്ള കാര്യങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിലേക്ക് എത്താനായിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയാൽ മതി. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കെയറിങ് ആയിരിക്കും, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലവിങ് ആയിരിക്കണം, അവരോട് സ്നേഹത്തോടെ വരാം. ദേഷ്യം കൊണ്ടൊന്നും അധികം നാൾ നമുക്ക് ദേഷ്യം കൊണ്ട് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആരോഗ്യത്തില് മോശമാകും എന്നുള്ളതല്ലാതെ ഹാപ്പിനെസ് കൊണ്ട് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ സഹിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സ്നേഹിക്കുക, ആൾക്കാരെ കൂടെ നിർത്തുക, സപ്പോർട്ടീവ് ആയിരിക്കുക. പല ആൾക്കാർക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ അത് ടെമ്പറമെന്റ് ഇഷ്യൂസ് ആയിരിക്കാം, ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, പലതരത്തിലുള്ള പ്രശ്നമായിരിക്കാം. അവരെ സപ്പോർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാല് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. ഞാൻ ഇതിനെ കാണുന്നത്, പല ആൾക്കാരും പറയുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തില് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താൻ ദൈവം നമുക്കൊന്നൊരു അനുഗ്രഹമാണ് ഈ ബിസിനസ്. ഈ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രാവിലെ ഇത്രയും പേരുടെ 10,424 പേരുണ്ട്. ഞാൻ എവിടെ പോയി പറയും, വഴി എന്ന് പറയാൻ പറ്റും. എനിക്ക് ആരോട് പറയും, നിങ്ങൾ കേൾക്കണം തയ്യാറാവും. ഈ ബിസിനസ്സിൽ ആയതുകൊണ്ടും ഞാൻ പറയുന്നതിനകത്ത് എന്തോ വാല്യൂ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹം ദൈവം എനിക്ക് തന്നാലേ. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാക്കിയ പൈസയെക്കാളും കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനെ കേൾക്കാൻ തയ്യാറാവുന്നതോറും നമ്മളും പഠിക്കാൻ തുടങ്ങും, നമ്മളും വായിക്കാൻ തുടങ്ങും, നമ്മളും മനസ്സിലാക്കാൻ തുടങ്ങും. ജീവിതത്തിൽ നിന്ന് മുതൽക്കൂട്ടുകളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് കാര്യം കണ്ടാലും ഒബ്സർവ് ചെയ്യാൻ പഠിച്ചത് ഇങ്ങനെയാണ്. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ, കേൾക്കാൻ ആളുണ്ട്, ചെയ്യാൻ ആളുണ്ട്, പ്രവർത്തിക്കാൻ ആളുണ്ട്, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളല്ലേ?
അപ്പൊ നിങ്ങൾ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ടീവ് ആകുക, ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുക, ആൾക്കാരെ കൂടെ നിൽക്കുക. യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും ഉണ്ടായിരിക്കും. Your gratitude is magnetic. The more gratitude you have, the more abundance you magnetize. അതായത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ നന്മകൾ, നിങ്ങൾ കടന്നു വന്ന വഴികൾ, അതിൽ സഹായിച്ച ആൾക്കാർ, അതിലുള്ള സിറ്റുവേഷൻസ്, അറിയാതെ വന്ന പല കാര്യങ്ങൾ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും വളരെയധികം ഓർക്കുന്ന വ്യക്തിയുണ്ട്. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ആ ജോലിയിൽ നിന്ന് വിടാനായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഗൈഡൻസ് തന്ന എന്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു, ഡോക്ടർ MP ഗോപാലകൃഷ്ണൻ കുറുപ്പ്. അദ്ദേഹത്തിനെ ശരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. ഞാൻ എപ്പം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എപ്പോഴും ചിന്ത വരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹമാണ് ആദ്യം എന്നോട് പറഞ്ഞു, മനോജ് നീ ഇവിടെ ഇരുന്നിട്ട് റിട്ടയർ ആകാൻ വേണ്ടി ഇരിക്കരുത്, യു ഹാവ് എ ബെറ്റർ പൊട്ടൻഷ്യൽ. ഈ ഒരു സ്ഥാപനത്തിലല്ല, നിനക്ക് ഇതിനേക്കാളും വലിയ. ഞാൻ ടെക്നിക്കലായിരുന്നു, ഞാൻ സയന്റിസ്റ്റ് ജൂനിയർ സയന്റിസ്റ്റുള്ള റാങ്കിലായിരുന്നു. നിനക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ്, നീ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ 100 ഇരട്ടി പുറത്തു പോയി ചെയ്യും, ഷൈ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നല്ല എംപ്ലോയി ആയിരുന്നിരിക്കാൻ ഞാൻ അത് അറിയില്ല, പക്ഷെ അദ്ദേഹം എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. ആ സമയത്ത് എന്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എതിർത്തപ്പോഴും എന്റെ അമ്മാവനുണ്ട് പറയുന്നത്, അദ്ദേഹം വേണം നിന്റെ മനസ്സിൽ ചെയ്യണം, ഞങ്ങൾ ചെയ്യുക, ആരെ പിടിക്കാനായി ജീവിതത്തിൽ. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് എന്നെ ഞാനാക്കിയത്. അല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നാണ് അല്ലല്ലോ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ നിങ്ങളെ പ്ലാൻ കാണിച്ച വ്യക്തി, നിങ്ങളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ വരുമാനം ഒന്നും ഉണ്ടാക്കി കാണുകയില്ല, പക്ഷെ ഈ ബിസിനസ് വന്നിട്ട് എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ, എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ, ഒരു ടീം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ലേ. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നതുകൊണ്ട് എന്താ തെറ്റുള്ളത്? അവർ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാകും, ചില കാര്യങ്ങൾ മാറി നിന്നിട്ടുണ്ടാകും. മാറ്റർ നമ്മൾ അവരെ കുറിച്ച് എന്തുകൊണ്ട് ഓർത്തുകൂടാ, അവരെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കാം. സോ ഞാനിവിടെ പറയാൻ പോകുന്ന വ്യക്തി, അദ്ദേഹത്തിനെ ഇതുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. ഒരു ഇന്ത്യൻ അല്ല, അദ്ദേഹം 1946 ഡിസംബർ 18 ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ അച്ഛനും വളരെ പോറായിരുന്നു. അവര് ഒരു റെസ്റ്റോറന്റിൽ പിയാനിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആൻഡ് ഹി വാസ് മോർ അട്രാക്റ്റഡ് ടുവേർഡ്സ് മൂവീസ് ആൻഡ് ഫിലിം മേക്കിംഗ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. അദ്ദേഹം ചെറിയ പ്രായം മുതൽ ഫിലിം മേക്കിംഗ് മൂവീസുമായിട്ട് വളരെയധികം അട്രാക്ട്. അന്നൊക്കെ മൂവീസ് ഒന്നും അത്ര ആയിട്ടില്ല, എന്നാൽ പോലും മൂവീസ് ഒക്കെ ഇങ്ങനെ വരുന്ന സമയമായിരുന്നു. സോ ഹി വാസ് റൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെനി പീപ്പിൾ ഇൻ ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയൊരു അവാർഡ് കിട്ടിയപ്പോൾ, ഒരു അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ റിയലി താങ്ക് hundreds of people and I was raised with the help of many people in my life. ഒത്തിരി ആൾക്കാരുടെ സഹായത്തോടെയാണ് ജീവിതത്തിൽ ചെറുപ്പകാലം ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഉയർന്നു വന്നത്. Due to poor grades in high school, he was rejected from the University of Southern California 3 times. സ്കൂളിൽ പഠിച്ചപ്പോൾ വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിൽ പുള്ളിക്ക് 3 പ്രാവശ്യം അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് മാർക്കില്ല, അതുകൊണ്ട് നീ മണ്ടനാണെന്ന് പറഞ്ഞു വിട്ടു, ജോലി അഡ്മിഷൻ കൊടുത്തില്ല. ചെറിയ ചെറിയ സ്മോൾ ഫിലിംസ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി പല ടോപ്പ് ആയിട്ടുള്ള TV മൊബൈൽ ഹൗസസിനൊക്കെ മൂവി ഹൗസസിനൊക്കെ കാണിച്ചു. അവരൊക്കെ റിജക്ട് ചെയ്തു, നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻസിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന്റെ പഴയ കഴിവുകളൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പറ്റത്തില്ല, ഈ പോസ്റ്റ് നിനക്ക് പറ്റിയല്ല, നിനക്ക് ഡയറക്ടർ ആകാനൊന്നും പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന് എപ്പോഴും പറയുന്നത്, ഹി ഓൾവേസ് തോട്ട് വാട്ട് എവർ ദ മൈൻഡ് കൺസീവ്സ് യു ക്യാൻ അച്ചീവ്. അത് വാൾട്ട് ഡിസ്നിയുടെ ഒരു വലിയൊരു ഫ്രേസ് ആണ്. അദ്ദേഹം പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സ് തോന്നിക്കുന്ന എന്തോ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സ് തോന്നിക്കുന്ന എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് കാര്യങ്ങളുടെ പുറകെ പോകണം, ദാറ്റ് യു ക്യാൻ അച്ചീവ് ഇൻ യുവർ ലൈഫ്. സോ വാട്ട് എവർ യുവർ മൈൻഡ് കൺസീവ്സ് യു ക്യാൻ റിയലി അച്ചീവ് ഇറ്റ്. അദ്ദേഹം എന്നും വിശ്വസിച്ച കാര്യമാണ്. അപ്പൊ അദ്ദേഹം വിശ്വസിച്ചത് എനിക്കൊരു മൂവി മേക്കർ ആകാൻ പറ്റും, എനിക്ക് ഫിലിം ഫീൽഡിൽ പലതും ചെയ്യാൻ പറ്റും വിശ്വസിച്ചു, അതിന്റെ പുറകെ പോയി. അദ്ദേഹം യൂണിവേഴ്സൽ പവറിന്റെ പുറകെ പോയി. യൂണിവേഴ്സലിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ പുറകെ പോയി. And he believed in his capabilities and tried again and again, visualizing a great future. അദ്ദേഹം എന്നും ഒരു വലിയ ഒരു സ്വപ്നം കണ്ട്, ഒരു ഓസ്കാർ അവാർഡൊക്കെ മേടിക്കുന്ന സ്വപ്നം കണ്ട് അദ്ദേഹം അതിന്റെ പുറകെ പോയി. ഒന്നുമില്ല, എല്ലാവരും റിജക്റ്റീവ് ആണ്. ഒരു ജീവിതത്തിൽ ഒന്നും നന്മ എന്ന് പറയാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എല്ലാവരും റിജക്ട് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം അതിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം അതിനകത്ത് തന്നെ വിജയിച്ചു. 51 ഫിലിംസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 3 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്റെ നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള, അന്നൊക്കെ ഞാൻ കോട്ടയത്ത് എറണാകുളത്തൊക്കെ വലിയ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളെ വിസ്മയിച്ചിട്ട് കുറെ അധികം സിനിമകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ രസം. അദ്ദേഹത്തിന് 3 പ്രാവശ്യം 10ാം ക്ലാസ്സിൽ മാർക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കൊടുക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റി ആക്കി ഓണററി ഡിഗ്രി വിത്ത് ഡോക്ടറേറ്റ് കൊടുത്തു. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ. നീ ഇങ്ങോട്ടും അതിനൊക്കെ ഡിഗ്രി തരാൻ, പഠിച്ചിട്ടും കാര്യമില്ല, നീ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡിഗ്രി തരാം, ഡോക്ടറേറ്റ് ഡിഗ്രിയും തരാം. അതിന്റെ ട്രസ്റ്റി ആക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇന്ന് അദ്ദേഹത്തിന്റെ അസറ്റ് 4 ബില്യൺ അഥവാ 30,000 കോടി രൂപ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കാം. സ്റ്റീവൻ സ്പീൽബർഗ് ആൻഡ് ദ റിയൽ ലെജൻഡ് ഓഫ് മൂവീസ്
ആൻഡ് മോഷൻ പിക്ചേഴ്സ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റീവൻ സ്പീൽബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെയൊക്കെ ചെറുതിൽ E.T. എക്സ്ട്രാ ടെറൻഷ്യൽ അല്ലെങ്കിൽ ജുറാസിക് പാർക്കുള്ള ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് കണ്ട ആൾക്കാർ ജോസ് എന്നൊക്കെ പറഞ്ഞ തിയേറ്ററിൽ നിന്ന് പിടുങ്ങി വരച്ചിട്ടുണ്ടാവും. ഇതുണ്ടാക്കിയ ആള് അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് എല്ലാവരും റിജക്ട് ചെയ്ത് നിന്നെ കൊണ്ട് സിനിമ ഡയറക്ട് ചെയ്യാൻ പറ്റിയല്ല, ഷോർട്ട് ഫിലിം പോലും നിന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സന്നും പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും. അദ്ദേഹം മനസ്സിനെ വിശ്വസിച്ചു, യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ചു. ആൻഡ് ഹി നെവർ ഡീവിയേറ്റഡ് വിത്ത് ഫ്രം ദ ഗോഡ്. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതിനകത്ത് വെൽനസ് ഇൻഡസ്ട്രിയിലോ ഡയറക്ട് സെല്ലിങ്ങിലോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പുറകെ പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ അതിന്റെ പുറകെ പോകരുത്. ഏതെങ്കിലും തീരുമാനമുള്ളൂ. വെറുതെ ഇതിനകത്ത് കയറി സമയം മെനക്കെടുത്താൻ ഇരിക്കരുത്. ചെയ്യാനായിട്ടാണെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ നിർത്തണം. അതിനിടയിൽ ഒരു പരിപാടി കൊണ്ട് പോകരുത്. എനിക്ക് പറയാനുള്ളത്. സോ ഐ ഡോണ്ട് ഡ്രീം അറ്റ് നൈറ്റ്. അദ്ദേഹം പറഞ്ഞാണ് ഐ ഡ്രീം അറ്റ് ഡേ, ഐ ഡ്രീം ഓൾ ഡേ, ഐ എം ഡ്രീമിങ് ഫോർ എ ലിവിങ്. ഞാൻ രാത്രിയല്ല സ്വപ്നം കാണുന്നത്, ഞാൻ പകല് സ്വപ്നം കാണും, പകൽ മുഴുവൻ സ്വപ്നം കാണും. എന്റെ ജീവിതം മനസ്സിലാകാനായിട്ട് ഞാൻ സ്വപ്നം കാണും. അതാണ് അദ്ദേഹം. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. 5 ഓസ്കാർ മേടിച്ച അപൂർവ ആൾക്കാരെ ലോകത്തുള്ള നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സിനിമ പോലും ഉണ്ടാക്കാൻ അറിയാമല്ലെന്ന് പറഞ്ഞ ആളാണ് ഈ 5 ഓസ്കാർ കൊണ്ടുവന്നത്. സോ അദ്ദേഹം വേറെ സാറാണ്. ഐ എം നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് മണി, ദാറ്റ് ഓൾവേസ് കംസ് ആസ് ദ റിസൾട്ട് ഓഫ് സക്സസ്. അത് വേറെ കാര്യമാണ്. ചില ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യരാണ്. പൈസ വേണം, എനിക്ക് പൈസയ്ക്ക് ആഗ്രഹമുണ്ട്. പൈസക്കാലം കൊണ്ട് എനിക്ക് ആഗ്രഹമുള്ള ലൈഫ് സ്റ്റൈല്, ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ്. പൈസ ഷുഡ് ബി ദ റിസൾട്ട് ഓഫ് യുവർ സക്സസ് ആൻഡ് പൈസ ഷുഡ് നോട്ട് നെവർ ബി എ ഫോക്കസ് ഓഫ് യുവർ വർക്ക്. പൈസയ്ക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല. അവരെന്നും ഗ്രീഡി. അഥവാ കിട്ടിയാൽ പോലും അത് അവർക്ക് പ്രയോജനപ്പെടില്ല. പക്ഷെ പൈസയ്ക്ക് വേണ്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്, വിജയത്തിന് വേണ്ടാണെങ്കിൽ വിജയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് പൈസ. അത് മനസ്സിലാക്കാൻ സാധിച്ച ജീവിതത്തിൽ എവിടെ എത്താം. ഈ ബിസിനസ്സിലും സാധിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. സോ ഡു യു തിങ്ക് യു ആർ റിജക്റ്റഡ് ഓർ ഫെയിൽഡ്? നിങ്ങൾ ജീവിതത്തിൽ റിജക്റ്റഡ് ആണ്, ഫെയിൽഡ് ആണ്, ഡിജക്റ്റഡ് ആണെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഈ പറയുന്നതല്ല. സോ ബിലീവ് ഇൻ യൂണിവേഴ്സൽ പവർ ആൻഡ് ട്രൈ അഗെയിൻ. ഇനിയും ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ വരാനുള്ള ഒരു സമയം നിൽപ്പുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. ദ ബെസ്റ്റ് ഈസ് സെറ്റ് ടു കം. നമ്മൾ എന്ന് പറയുന്നത് പിക്ചർ അഭി ബാക്കിയെ ട്രെയിലറെ പിക്ചർ അഭി ബാക്കിയെ എന്ന് പറഞ്ഞാല് ഈ കണ്ടത് ഒരു ട്രെയിലർ ആണ്, പിക്ചർ കിടക്കുന്നുള്ളൂ. സോ ദ ബെസ്റ്റ് ഈസ് സെറ്റ് ടു കം. നിങ്ങൾക്ക് വരാൻ കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് താങ്ക് ഗോഡ് ഫോർ വാട്ട് യു ഹാവ് ഓൾറെഡി. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ സാധിച്ചതും ഇതുപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, ചെയ്യുമ്പോൾ ഒരാളെങ്കിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ കഴിവുകൾ ഉള്ളതും ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നതും എത്രയോ ആൾക്കാർക്ക് ജീവിതത്തിൽ ഒന്നും പറ്റാത്തതുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. സോ യു താങ്ക് ഗോഡ് വാട്ട് യു ഹാവ് ഓൾറെഡി റിസീവ്ഡ്. അത് മനസ്സിലാക്കാം. താങ്ക് ഗോഡ് ഫോർ വാട്ട് യു വാണ്ട് ടു അച്ചീവ്. നിങ്ങൾക്ക് ഇനി അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിന് നന്ദി പറയാം. നിങ്ങൾക്ക് ഇനി അച്ചീവ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറുണ്ട്. എന്റെ ഓൺ പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ ലാൻഡ് ചെയ്യാറുണ്ട്. കാരണം ദൈവം നന്ദി പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ദൈവം സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, താങ്ക് ഗോഡ് എന്ന് നമ്മൾ ലാൻഡ് ചെയ്യുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആരെ നമ്മൾ ബോധിപ്പിക്കുന്നത്? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ ചെയ്യുന്ന ആൾക്കാർ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് വളരെയല്ല. അവരെ ഇംപ്രസ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും ക്രൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. താങ്ക് ഓൾ പീപ്പിൾ ഹു സപ്പോർട്ടഡ് ടു റീച്ച് ഹിയർ. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എന്റെ ഒരു സെഷൻ ഒരു പ്രാവശ്യമെങ്കിലും മുബീൻ മുഹമ്മദ് അല്ല മുബീൻ സാറിന്റെ പേര് പറയാതെ സെഷനാണ്. എന്റെ ഒരു പ്രാർത്ഥനയും പോലും ഇല്ല. കാരണം എന്താ അറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ ആയത് അദ്ദേഹം ചെയ്തു തന്ന ഓരോ ദിവസം ഒരാളെ എനിക്ക് 100 പേരെ സ്പോൺസർ ചെയ്ത് തന്നിട്ടൊന്നുമില്ല. എന്റെ കൂടെ ഒന്ന് പ്ലാൻ കാണിക്കാനായിട്ട് ആദ്യ സമയത്ത് വന്നപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഈ സമയവും എന്റെ കോൺഫിഡൻസിൽ അങ്ങനെ ഒരു വ്യക്തി എവിടെയോ ഉണ്ട്, യുഎസിലുണ്ട്. ആ ഒരു സംഭവം ഞാൻ ആ തുടക്കം കുറിച്ച് ഞാൻ വേണ്ട എന്ന് ഓടി രക്ഷപ്പെട്ടാണ്. എന്റെ പുറകെ വന്ന് എന്നെ കൊണ്ടുവന്ന് ഈ ബിസിനസ്സിലേക്ക് തുടങ്ങിയത് എന്നെ വന്ന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അതുപോലെ എന്റെ കൂടെ വന്ന് ഓരോരുത്തരും എത്രയോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ ഇവിടം വരെ എത്താനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുന്നത് ഒറ്റയ്ക്കല്ല, നമ്മൾ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല. പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ഒത്തിരി പേരെ സഹായമാണ്. സോ അതിനുവേണ്ടി എല്ലാവർക്കും നന്ദി. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിന്റെ ഒരു പ്രാക്ടീസ് ആവുക. ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൾവേസ് ഇൻ യുവർ ലൈഫ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, താങ്ക് ഗോഡ് യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ ബിസിനസ്സിനാണ് നിങ്ങൾ ശരിയായുള്ള സ്ഥലത്ത് ശരിയായ സമയത്ത് വന്നു എന്ന് വിശ്വസിക്കുക. കാരണം സക്സസ് വരെയും അതുപോലത്തെ ടീമിലുള്ള ആൾക്കാർ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ തരാൻ വരുന്നതാണ്. ബി വിത്ത് റീഗ എന്ന് വെച്ചാൽ ഫിറ്റ്നസ് പാർട്ട്ണർ. ലീവ് ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ്. നിങ്ങൾക്ക് ഒത്തിരി നാൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബി എ റീഗൻ. ആൻഡ് വെയിറ്റ് ഫോർ വെരി ഡേയ്സ് അനൗൺസ്മെന്റ്.
വേറെ ഒരു വലിയ സംഭവമാണ്. അതിലേക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക, വലിയ നേട്ടങ്ങളിലേക്ക് ഇതിലേക്ക് പോവാം. SPG is your golden means to fly. നിങ്ങൾക്ക് പറകാനുള്ള സ്വർണ്ണ ചിറകുകളാണ് സക്സസ് ബറി ഗ്ലോബൽ. സ്വർണ്ണ ചിറകുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നടക്കരുത്, മഴവിലിന്റെ മുകളിൽ പറക്കണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷെ സ്വർണ്ണ ചിറകുകൾ വെച്ച് എഴുതി നടക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതിന് അങ്ങനെ നിങ്ങൾ ആകരുത്, പറക്കുക, മഴവിലിന്റെ മുകളിൽ പറക്കുക. ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇതൊരു അഫർമേഷൻ ആണ്. ഐ ആം ദി ബെസ്റ്റ് എല്ലാ ദിവസവും പറയണ്ടാണ്. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്, അഫർമേഷൻ ആണ്. ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്. ഞാൻ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നു. ഐ ഡിസേർവ് ദ ബെസ്റ്റ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ്. ഞാൻ ചെയ്യാൻ പോവാണ്. ഐ ഹാവ് ദ ബെസ്റ്റ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഐ എം ഇഗ്നൈറ്റഡ്. ഞാൻ എപ്പോഴും ഇഗ്നൈറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്. ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാകും. ട്രസ്റ്റ് മീ, നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അത് നിങ്ങൾ അതിന്റെ പുറകെ ഭ്രാന്തമായ ഒരു അഭിനിവേശത്തോടുകൂടി പോകണം. നിങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം ക്രിയേറ്റ് ചെയ്യാൻ ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം ഓഡി കാറിലോ BMW-ലോ ബെൻസിലോ പോർഷയിലോ റോൾസ് റോയ്സിലോ ഒക്കെ തന്നെ നിങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വപ്നം കാണുക. ജീവിതത്തിൽ വലിയ വലിയ ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ, ഹാവ് എ വണ്ടർഫുൾ സക്സസ്, ഹാവ് വണ്ടർഫുൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഗോഡ് ബ്ലെസ് യു. Bye bye. See you tomorrow with another leader, another topic, same time. Bye bye.